ബസ്സിലും വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശിരസ് നമിച്ച് ആചാരം ചെയ്ത് കടന്നു പോകുന്നതായിട്ട്. ഈ പണിയൊക്കെ തുടങ്ങിയ ഒരു സമയത്ത് നമുക്കറിയാം, റോഡ് സൈഡിൽ നിന്ന് നമ്മുടെ പള്ളി കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഒരു വാഹനത്തിൽ ഒരു കുടുംബം യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഒരു അപ്പനും അമ്മയാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. അപ്പോൾ അതിൽ ഒരു എൽബോർഡ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, വാഹനം ഓടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ പതിയെ ഓടിച്ചു പോകുന്നതാണെന്ന് വിചാരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ വണ്ടി വീണ്ടും പള്ളിയുടെ മുറ്റത്തേക്ക് കയറി വന്നു. അപ്പൊ ഞാൻ അവരെന്റെ അടുത്ത് വന്ന് ചോദിച്ചു, അച്ഛാ, ഞങ്ങളിങ്ങനെ മാതാവിന്റെ നാമത്തിലുള്ള നമ്മുടെ രൂപതയുടെ പള്ളികൾ ഇങ്ങനെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാവക്കാട് പള്ളി അവരിങ്ങനെ നോക്കിപ്പോയതാണ് നമ്മുടെ പള്ളിയുടെ താഴെ കൂടെ. അപ്പൊ അങ്ങ് പോയി കഴിഞ്ഞ് ചിലക്കക്കടയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സിസ്റ്റർമാര് പള്ളിയിലേക്ക് നടന്നു വരുന്നത് കണ്ടത്. അവരോട് ചോദിച്ച് പള്ളി വീണ്ടും പുറകിലാണെന്ന് മനസ്സിലാക്കി അവർ തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മുൻപിലൂടെ പോകുമ്പോൾ പള്ളി എവിടെയാണെന്ന് കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഭാഗം നവീകരിക്കണമെന്ന്. നമ്മുടെ കൊച്ചുമോട്ട അച്ഛൻ വികാരിയായിരുന്ന സമയത്ത് മോണ്ടളൂർ ഭാഗത്ത് നിർമ്മിച്ചു സ്വീകരിക്കുവാനായിട്ട് മുന്നോട്ട് കടന്നു വരണമെന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ചതുർദ്ദങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശിപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ ഇടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കുരിശുമരണം വഴി ലോകത്തെ രക്ഷിക്കുവാൻ അങ്ങയുടെ തിരുക്കുവാനെ നിയോഗിച്ച ദൈവമേ, രക്ഷയുടെ അടയാളമായ ഈ കുരിശിനെ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിലെ പ്രതീക്ഷയും ലോകത്തിന്റെ ജീവനുമായ മിശിഹായുടെ കുരിശിൽ അഭിമാനം കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശിന്റെ അടയാളത്താൽ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷ പ്രാപിക്കട്ടെ. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുവാൻ ഈ രൂപം ഞങ്ങളെ സഹായിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കുരിശിൻ കിരണങ്ങൾ നരനു വിമോചനവും സാത്താനുൾഘടമാം ഭയവും നൽകുന്നു. കുരിശിൻ കിരണങ്ങൾ നരനു വിമോചനവും സാത്താനുൾഘടമാം ഭയവും നൽകുന്നു. വിനയസമുന്നിതരായി നാഥ ഞങ്ങളിതാ കുരിശിനു വന്ദനവും
സ്തുതിയുമണയ്ക്കുന്നു. കുരിശിനു വന്ദനവും സ്തുതിയുമണയ്ക്കുന്നു. കുരിശിൻ കിരണങ്ങൾ നരനു വിമോചനവും സാത്താനുൾഭടമാം ഭയവും നൽകുന്നു. സ്നേഹബഹുമാനപ്പെട്ട എമാനുവലിച്ച, സ്നേഹമുള്ള മറ്റ് വൈദികരെ, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ജെയിംസ് ചേട്ട, മറ്റ് സഹോദരങ്ങളെ, ഒത്തിരിയേറെ സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഞാൻ നിരവധി തവണ ഈ ദേവാലയത്തിന് മുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ട്. ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത് കാണാതെ കടന്നു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധയോടെയാണ് ഇവിടെ വരുമ്പോൾ ഞാൻ കടന്നു പോയിട്ടുള്ളത്. അച്ഛനത് സൂചിപ്പിക്കുകയും ചെയ്തു. ഒരു കുടുംബത്തിന്റെ ഓർമ്മ അച്ഛൻ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. എന്നിപ്പോൾ ഇവിടെ കടന്നു വരുമ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു. ഒത്തിരി അഭിമാനം തോന്നുന്നു. ഞാൻ ദേവാലയത്തിൽ സൂചിപ്പിച്ചതുപോലെ ദേവാലയവും അതിന്റെ പരിസരവും ഒക്കെ അത് വൃത്തിയും മനോഹരവുമാക്കിയിടുകയും അതിന് അർഹമായ രീതിയിലുള്ള പ്രാധാന്യമൊക്കെ നൽകുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ഒക്കെ അടയാളമാണ്. ആ രീതിയിലാണ് ഇന്ന് ഈ കുരിശിലൂടെ സ്ഥാപിതമായിരിക്കുന്നത്. അച്ഛൻ